രാജ്യം വളരെ കോമ്പിനേഷൻ എന്താണ് നമുക്കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നീണ്ട കുറേ നാളായിട്ട് ഇത്രയൊരു മാസ് റീ എൻട്രി ഇല്ലല്ലോ, അതുകൊണ്ട് കട്ട വെയിറ്റിംഗ് ആണ്. ട്രെയിലർ തന്നെ അടിപൊളിയാണെങ്കിൽ സിനിമ എന്തായാലും നൈസ് ആയിരിക്കും. ഗൂസ് ബംസ് എന്നൊക്കെ പറയൂല്ലേ, അതാണ് സംഭവം. ഭയങ്കര വെയിറ്റിംഗിലാണ് കടം കാണാനായിട്ട്. എടുക്കും, മലയാളത്തിൽ ബെഞ്ച് മാർക്കായിരിക്കും. പടം എന്തായാലും സൂപ്പർ അല്ല, ബമ്പർ ഹിറ്റ് എന്നൊക്കെ പറയൂല്ലേ. ഞാൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്, പക്ഷെ ഈ പടത്തിന് വെയിറ്റിംഗ് ആണ്. സിനിമാ പ്രേമികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ്റെ ഓരോ പോസ്റ്റേഴ്സും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് എവിടെയെങ്കിലും കാണുമ്പോഴും ഓരോ ആൾക്കാരും ഓരോ പ്രതീക്ഷയിലാണ്, ഭയങ്കര ആകാംക്ഷയിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡായി ഇന്നലെ രാത്രി ട്രെയിലർ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് എത്തുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്നലെ രാത്രി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിലറിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് സാധാരണ പ്രേക്ഷകരോട്, സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് ചോദിച്ചറിയാം. രാജ്യം വളരെ കോമ്പിനേഷൻ എന്താണ് നമുക്കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഭയങ്കര വെയിറ്റിംഗിലാണ് കടം കാണാനായിട്ട്. എടുക്കും, മലയാളത്തിൽ ബെഞ്ച് മാർക്കായിരിക്കും. അതായത് മലയാളത്തിലൊരു KGF ആയിരിക്കും. അതായത് ഇപ്പം നമുക്കൊരു പാൻ ഇന്ത്യൻ ഫിലിം അത്ര ഇല്ലല്ലോ, ഇത് അടിപൊളിയായിരിക്കും തോന്നുന്നു. നീണ്ട കുറേ നാളായിട്ട് ഇത്രയൊരു മാസ് റീ എൻട്രി ഇല്ലല്ലോ, അതുകൊണ്ട് കട്ട വെയിറ്റിംഗ് ആണ് റിലീസിന് വേണ്ടിയിട്ട്. ഈ കോംബോ എത്രത്തോളം നമ്മൾ ഓൾറെഡി ലൂസിഫർ കണ്ടു വെച്ച് കോംബോ പക്കിയാണ്, പക്ഷെ സെക്കൻഡ് നമ്മൾ കണ്ടാലേ അറിയത്തുള്ളൂ എങ്ങനെ ഉണ്ടായിരിക്കുന്നത്. മുകളായിട്ട് ഇൻട്രോ ഉള്ള പക്കിയാണ്, അടിപൊളിയാണ്. പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ ഒന്നുമില്ല, അടിച്ച് പൊളിക്കും. അതെ, എന്താ പറയാ, ഗൂസ് ബംസ് എന്നൊക്കെ പറയൂല്ലേ, അതാണ് സംഭവം. വർക്കൗട്ട് എന്ന് വെച്ചാൽ ഇപ്പോഴും ഫസ്റ്റ് അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഫസ്റ്റ് പാർട്ട് അടിപൊളിയായിരുന്നു. നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്താണ് അന്നോട്ട് വെയിറ്റിംഗ് ആണ് ഇതിനു വേണ്ടി. അപ്പോൾ ഈ ഒരു ട്രെയിലർ ട്രെയിലർ കണ്ടിട്ട് ഇപ്പോൾ കാണിച്ചപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു സംഭവം വരെ, സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്ന് പറയുന്ന തൊട്ട് എന്തോ ഒരു വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവരുടെ കോമ്പിനേഷനും മുരളിഗോപിയുടെ സ്ക്രിപ്റ്റും എല്ലാം വരുമ്പോഴത്തേക്കും എന്തായിരിക്കും അടുത്ത പുതിയ ജനറേഷനിലോട്ടുള്ള തിങ്കിങ് എന്തായിരിക്കും എന്നുള്ളത് കാണിച്ചു തരും. സുരാജ് വെഞ്ഞാറമൂട്ടിന് ഒരു കുറവുണ്ടായിരുന്നല്ലോ, അതും അടിപൊളി അതിലുണ്ട്. പുള്ളിക്കാരുണ്ടെങ്കിൽ കളറാവും, അടിപൊളിയാവും. ഈ കോംബോ തന്നെ ഇതിനു മുമ്പ് ലൂസിഫർ ഇറങ്ങിയിട്ടുണ്ട്, അത് 1 ഹിറ്റായിരുന്നു. അപ്പോൾ എംപുരാൻ 2 ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് തന്നെയാണ് അതിൻ്റെ ഡയറക്ടർ സൈഡ് നോക്കണത്. പുള്ളിയുടെ കഴിവ് നമ്മൾ ലൂസിഫറിൽ തന്നെ മനസ്സിലാക്കിയ വ്യക്തികളാണ് ഈ മലയാളീസ്, പിന്നെ ലാലേട്ടനും കൂടെ. അപ്പോൾ പടം എന്തായാലും സൂപ്പർ അല്ല, ബമ്പർ ഹിറ്റ് എന്നൊക്കെ പറയൂല്ലേ. അത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും നല്ല കളക്ഷൻ കിട്ടാനുള്ള ഒരു പടമാണത്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ബാക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്റർ ആദ്യം വന്നായിരുന്നു, ബാക്കിൽ ഒരു ഡ്രാഗണിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിലിംഗ് ട്രെയിലറിൽ നമ്മൾ കണ്ടു. അപ്പോൾ അത് ആരായിരിക്കും എന്ന് വിചാരിക്കുന്നത്? സസ്പെൻസ് ആയിരിക്കും. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ആരായിരിക്കും? മലയാളം ഇൻഡസ്ട്രി ആയിരിക്കുമോ, തമിഴാണോ, ഹിന്ദി? അതിനെപ്പറ്റി ഒരു പിടുത്തമില്ല. എനിക്കത് തോന്നുന്നു വെച്ചാൽ എനിക്ക് എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു ഫഹദാണെന്നാണ്. അപ്പോൾ ഫഹദ് വരുമ്പോൾ ഫഹദിൻ്റെ ബാക്കിയുള്ള വില്ലൻ കഥാപാത്രമൊക്കെ അടിപൊളിയായിരുന്നല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ ഫഹദ് ആയിരിക്കണം ഒരു പ്രതീക്ഷ. കാരണം വെച്ചാൽ ബാക്ക് കണ്ടിട്ടും ഒരു പ്രഡിക്ഷൻ നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ഫഹദ് തന്നെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇത് തീർച്ചയായിട്ടും മലയാളം ഇൻഡസ്ട്രി ആയിരിക്കുമോ, തമിഴ്, തെലുങ്ക് അങ്ങനെ? മലയാളമാണെന്ന് കരുതുന്നു. മലയാളത്തിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മമ്മൂട്ടിയാന്ന് കരുതുന്നു, ആകണമെന്ന് വിചാരിക്കുന്നു. അതാകുമ്പോൾ പഴയ മലയാളത്തിൻ്റെ എല്ലാ ഒരു കോംബോയും സിനിമയിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്, പക്ഷെ ഈ പടത്തിന് വെയിറ്റിംഗ് ആണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.